മോർണിംഗ് ഡേ 6 എണീറ്റ് ഫ്രഷ് ചെയ്താ ഡ്യൂട്ടിക്ക് പോകുന്നു. രാവിലെ വന്ന് എല്ലാവരും ഡ്യൂട്ടിക്ക് പോകണ തിരക്കിലാണ്. ഒരുപാട് ആൾക്കാർ പല പല സ്ഥലത്തേക്ക് തന്നെ. നമുക്ക് നല്ല ചൂട് വടയും നല്ല ഫ്രഷ് ടീയും കുടിക്കട്ടോ. ഈ സ്ഥലം മുന്നേ കാണിച്ചിട്ടില്ല, എന്തെങ്കിലും കാണിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. റോളർ സ്ക്വയർ, റോളറെ ഹൃദയഭാഗം. രാവിലെ ആകുമ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ ടീമൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അത് മണ്ണ് തന്നെ വെറുതെ അവിടെ അടിച്ച് ക്ലീൻ ചെയ്യും, കച്ചറ ഉണ്ടെങ്കിൽ ഒക്കെ. പക്ഷേ ഈ റോള ഏരിയ കുറച്ച് ലോക്കൽസ് ഉണ്ട് ഇവിടെ അത്യാവശ്യത്തിന്. എത്ര ക്ലീൻ ചെയ്താലും ഇവിടെ കച്ചറ ആയതുകൊണ്ടിരിക്കും, എന്നാലും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ പണിയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനെയാണ്. സമയം ഏകദേശം 5 മിനിറ്റ് ലേറ്റ് ആയിക്കുന്നു. അപ്പോൾ കയറാൻ ടൈമായി. ബാക്കി വ്ളോഗ് ബ്രേക്കിന് ഇറങ്ങിയിട്ട് വരുന്ന ടീമൊക്കെ നൈറ്റ് ഡ്യൂട്ടി എടുത്തവരാണ്. അവർക്ക് ഇനി വരണ്ട. പകൽ മൊത്തം വീടുന്ന് പറഞ്ഞു, രാത്രി വരും കേട്ടോ. ലോഡിങ് സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫൊക്കെ ആണ്. ഇക്കായി ഇനി നേരെ നമുക്ക് നമ്മളെ കാക്കാൻ്റെ കടയിൽ പോയേക്കാം. എന്താ ഉള്ള നോക്കി കേട്ടോ. നന്നായി വിശക്കുന്നുണ്ട്. ഇന്നലൊക്കെ ചുമ ടയർഡായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ വീക്കെൻഡിൻ്റെ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൈസ് ഇഷ്യൂ ഉണ്ടാവും. പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ അത് മാറുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഡിസ്പ്ലേയിൽ മാറ്റണം. മാറ്റിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഏത് കസ്റ്റമർ വന്നിട്ട് ആ പ്രൈസ് നോക്കി അതിൽ പഞ്ച് ചെയ്യുമ്പോൾ വേറെ പ്രൈസ് വന്നാലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റായത്. എന്താ പറയുക, അപ്പോൾ നല്ല ടയേർഡായി. പിന്നെ വെയിലിന് ഒരു കോട്ടവും ഇല്ല കേട്ടോ. നല്ല വെയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. 10 മണി 9 മണി 8 മണിക്ക് കഴിഞ്ഞാൽ നല്ല വെയിലാണ്. നമുക്ക് ഇഡ്ഡലി കഴിക്കാം. ഇതാകുമ്പോൾ വയറ്റിലാണ് കിടുന്നത്. പൊറോട്ട തേക്കില്ല. ഓ സീന. പിന്നെ പുട്ടുകൾ ചങ്ങിനിറങ്ങാൻ പണിയാണ്. ചില ദിവസങ്ങൾ കഴിക്കാൻ നല്ലത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു കോഫി, ഇന്ന് ചായ മാറ്റി കോഫി ആക്കി. നമുക്ക് ഇവിടെ കുറേ ഇടവഴികളുണ്ട്. അതിനുള്ളിൽ കൂടെ ഒക്കെ നടക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്നലത്തെ വ്ളോഗിൽ, എവിടെ നോക്കിയാലും കാറാണ്. ശരിയാ, എവിടെ നോക്കിയാലും കാറാണ്. നമ്മുടെ ഷോപ്പ് അതിൻ്റെ ബാക്കിൽ പള്ളിയുണ്ട്. ഇത് മലയാളം കുത്തുബിനോട് വരിക ഫ്രൈഡേ ദിവസങ്ങളിൽ. ഈ ഏരിയയിൽ തന്നെ 3-4 പള്ളി അടുത്തടുത്തുണ്ട്. ഈ ഷാർജയിൽ ഒരു പ്രത്യേകത, കൂടുതൽ പള്ളികളുണ്ട് അടുത്തടുത്ത് ഒരുപാട്. അപ്പുറത്ത് ഉറുദു, ഇപ്പുറത്ത് മലയാളം, അതിൻ്റെ അപ്പുറത്ത് പാകിസ്ഥാൻ, അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ ഡ്യൂട്ടി അങ്ങനെ കഴിഞ്ഞിട്ടാ. ഹാഫ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഷിഫ്റ്റ് ഇനി നൈറ്റാട്ടാ. ഇനി നേരെ റൂമിലോട്ട്. നന്നായി വിശക്കുന്നുണ്ട്, പോയിട്ട് കഴിക്കണം. അത്ര കഴിച്ചിട്ടും കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്ത് ഈ തടി വെക്കട്ട് ഇങ്ങനെ മെലിഞ്ഞ് ഇങ്ങനെ മുഴുവതായിക്കൂടെ. നമ്മളൊരു ശരീരപ്രകൃതം അങ്ങനെയാണ്, അതുകൊണ്ടാണ് തടി വെക്കാത്തത്. ചിലപ്പോൾ ഇനി കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ തടി വെക്കും. അതിനനുസരിച്ച് പണി എടുക്കുന്നുണ്ട്, അതാണ് തടി വെക്കാത്തത്. അതാണ് അതിൻ്റെ റിയാലിറ്റി കേട്ടോ. വെയിലിൽ ഞാൻ പറഞ്ഞല്ലോ, വെയിലൊരു കുറവില്ല, നല്ല വെയിൽ തന്നെയാണ്. ഇവിടുത്തെ ഒരു വെയിൽ കൊണ്ടിട്ട് അങ്ങനെ കറക്ക കാര്യങ്ങളൊന്നും ഇല്ല, ടയേർഡാവുള്ളൂ. പക്ഷെ നമ്മൾ നാട്ടിയിട്ട് വെയിൽ കൊണ്ട് പിന്നെ പെട്ടെന്ന് കറക്കും. അങ്ങനെ ഒരു ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. ലൈന് ഏത് ഭാഗത്തൊക്കെ എടുക്കണൊക്കെ ബാക്ക് വരെ ഒറ്റ ട്രാഫിക് കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല ട്രാഫിക് വരും. പിന്നെ ട്രാഫിക് ഇല്ലാത്ത ടൈം നല്ല രാവിലെ പുലർച്ചെ 9 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ട്രാഫിക് ആയതുകൊണ്ടിരിക്കും. പിന്നെ ഒരു എന്താ പറയുക 3 മണി ആ സമയമൊക്കെ ആകുമ്പോൾ ഇതിലും കൂടും ട്രാഫിക്. ഇടുങ്ങിയ റോഡാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇത്ര ട്രാഫിക്. ചില സമയങ്ങളിൽ ഇവിടെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് പോവാം. ഇപ്പോൾ സ്കൂൾ ഏകദേശം വിടാൻ ടൈമായിട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര ട്രാഫിക് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ കിച്ചണിലാണ്, എല്ലാവരും നല്ല വർക്ക് കേട്ടോ. ഇന്നത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചോറുണ്ട്, പരിപ്പ് കറിയുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, അച്ചാറുണ്ട്. നമ്മളെങ്ങനെ വെച്ചാൽ നമ്മൾ ഫുഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ രാത്രി ഉണ്ടാക്കി വെക്കും. രാത്രി വന്നിട്ട് ഇത് രാത്രിക്ക് കഴിക്കാനും നാളെ ഉച്ചക്ക് കഴിക്കാനും ആ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. കൂടുതൽ 2 നേരം നമ്മൾ കഴിക്കുക റൂമിൽ, പിന്നെ പുറത്ത് 1 നേരം പുറത്തുനിന്ന് പിന്നെ അങ്ങനെ ഒന്നുമില്ല. കാണുമ്പോൾ തിന്നാൻ തോന്നി അപ്പോൾ കഴിക്കും. ഞാൻ മൂടാൻ അടുത്ത ഷിഫ്റ്റാണ്. 7 മണിക്കെന്ന ഡ്യൂട്ടി. 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിപ്പോയി. കുറച്ച് ടു മച്ച് ടയേർഡായിരുന്നു. ഞാൻ കുറേ അധികം ഉറങ്ങി. ഫുഡ് കഴിച്ചപ്പോൾ അങ്ങനെ അതിലിൻ്റെ കണ്ണൊക്കെ കണ്ടില്ല, അറിയാൻ പറ്റും. നേരെ പോവാ. അപ്പം ഇനി നേരെ ഞാൻ ഡ്യൂട്ടി കയറാൻ പോവാൻ. ഇനി ബാക്കി വീഡിയോസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട്. ഡ്യൂട്ടിൻ്റെ കഴിഞ്ഞ് നാളെ ഞാൻ ഓഫാണ്, ഫ്രൈഡേ. എൻ്റെ പെണ്ണ്, അതായത് ഇന്നലെ കിട്ടേണ്ട ഓഫ് നാളെ കിട്ടി.
ഇനി നേരെ റൂമിൽ പോയി കുളിക്കണം, ഫുഡ് കഴിക്കണം, എടുക്കണം. നല്ല ടയേർഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സൈനിങ് ഔട്ട്.